ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇന്നത്തെ പരിപാടി എന്താന്ന് വിചാരിച്ചിട്ട് രാവിലെ ഏകദേശം കുട്ടികളൊക്കെ തിരക്കിട്ട് ആക്കണ പരിപാടിയാണ്. അങ്ങോട്ട് പോണ് ഞങ്ങൾ കരിയോ കരിയിലോ കേങ്ങുപൊരിയൊക്കെ തിന്നാണ് മറ്റോലെ കൂട്ടാൻ. ഇവിടെ ഒരാള് വാരലോട് വാരലിങ് സ്കൂളിൽ പെണ്ണുണ്ടായിട്ട് ആ കുട്ടി ഉണ്ടായിട്ട് ഒരു ഐഡിയ ഇല്ല. എന്തേ ലീസന്നെ അറിയാതെ ഒന്ന് പോയോക്കണം. അതുപോലെ കൊണ്ടാക്കാൻ പോണം. ആദ്യം ഓനി പിതാനെയും അറക്കണം, പിന്നെ ഓനെ കൊണ്ടുപോയി ആക്കണം, എന്നിട്ട് റേഷൻ പിടിക്ക് പോണം. റേഷൻ പിടിക്ക് പോണം. അരി അങ്ങാണ്ട് നമ്മള് ഷെങ്ങായി ഇവിടെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരം പരിപാടി ഒന്നുമില്ല. രാവിലെ തന്നെ ഒക്കത്തിന് കൊണ്ടുപോയി ആക്കിയിട്ട് പെരക്കൊരു ഇതുണ്ടാവും, ഒരനക്കോ ഉണ്ടാവൂല. പിന്നെ തണുക്കെന്ന് അറിയണമെങ്കിൽ 1-3 മണിക്ക് വരണം, പിന്നെ മറ്റൊരു 4:30 വരണം. ബേഗില് കാണണം നോക്കിയ സമയം ഒന്ന് കുടിച്ചു നോക്കിയാ എന്തൊരു കാണാൻ അറിയോ? ഡാ പോകല്ലേ? ഞാൻ അടിച്ചോണ്ടിരിക്കണേ. സ്പ്രേ അടിച്ചിരിക്കണ എല്ലാരും ആട്ടുകുട്ടികളാണ് ഞങ്ങൾ വരിയിലൊക്കെ. എന്നിട്ട് കാണാൻ കഴിഞ്ഞത് 1-ാം മുട്ടനാടുകളെയാണ്. കുട്ടികൾ നറക്കി നറക്കി ഉമ്മച്ചതി മണം മണം വേഗത്തോളി. ബാഗ് എടുത്ത ബാഗ് വേണ്ട, ഇല്ല ബാഗ് വേണമെന്നില്ല. ബാഗ് എടുക്കുന്നത് ബാഗ് കണ്ട് പോകുക. ബാഗിന്റെ ശരാ പറഞ്ഞു പോവാ. വൈകുന്നേരത്തെ താറാവള ഇതെടുത്തോ പടി താറാവളം നിങ്ങളുണ്ടാകും. പിന്നെ പോവാ നഴ്സറിക്കാണ് നിറച്ച്. അതെന്താ നഴ്സറി പറയുമ്പോ സ്റ്റെക്ക് അതോ ഓന്റെ പകരം പോയിക്കോ. ഇപ്പൊ പോയി എന്താ പണി? നഴ്സറി കാണോ പറയും. അത് ഞാൻ പെണ്ണടിച്ചാ കൊണ്ടുപോയിട്ട് അങ്ങട്ടെ. എന്തടി ഇത് എത്ര കൊല്ലായി പോക്ക് തുടങ്ങിയിട്ട് എന്ത് ഇതുവരെ മാറാത്തതില്ല? ശനി ഞായറും ലീവ് എഴുതിയാണെങ്കിൽ തിങ്കളാഴ്ച പിന്നെ മതിയാണേ. 10 ആവാനായി പോയിക്കോ. അടങ്ങിക്കണം കേട്ടോ. അവ എല്ലാരോട് പോവാനറി. ഞങ്ങള് വൈകുന്നേരം കാണുള്ളൂ അറി ഇതാനേ. അപ്പൊ ഗൈസ് കൊണ്ടാക്കിയിട്ടുണ്ടല്ലോ. കൊണ്ടാക്കി നോക്കണ്ടേ? 9:57. അപ്പൊ ഇനി നാളെ കാണാം. നാളെ കുട്ടിന്റെ മുടി കളിച്ചല്ല ഒന്നും പാടാ. ഓക്കെ ഏകദേശം നേരം ഒരു 10:30 ടൈം ആവാനാ. ഇവിടെ മീന് മസാല വെച്ച് വെച്ചിരിക്കണ്. ഇവിടെ ഉമ്മ ഇന്ന് സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു. സാമ്പാറിനുള്ള കഷ്ണം കാലൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തേക്കണ്. ഇവിടെ ഇനി പൊടി ഇട്ട് ഉമ്മ വെക്കുകയാണ്. മറ്റോളം അവിടെ കുളിച്ചാൻ കയറിയിരിക്കണം. അപ്പൊ മീന് ഇതായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്, ഉപ്പേരി ആയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഇനി നമ്മള് റൂമിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റോന്റെ തുണിയും കാര്യമൊക്കെ കേട്ടോ. ഓന്റെ കൊട്ടയും കാര്യമൊക്കെയാണ്. അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളാള് ഉറങ്ങാണ്. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായി പൗഡറും കൺമശൊക്കെ ഇട്ടിട്ട് ഉറങ്ങാണ്. അപ്പൊ മറ്റോള് കുളിച്ചാൻ കയറിയിരിക്കാണ്. ഒരു 2 മണിക്കൂറായി കയറിയിട്ട് ഇതുവരെ അറിഞ്ഞില്ല. അപ്പൊ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഉള്ളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറ് വയ്ക്കണിഞ്ഞ് മീനും കറി ഇതും ആയാല് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി മീൻ പൊരിച്ചട്ടെ.
അങ്ങനെ ഇത് ഓക്കില്ല കഞ്ഞാട്ടോ. തേങ്ങ അവിടെ ചെണ്ടിച്ചിങ്ങനെ ഇട്ടോ. ഓളെ ഇഷ്ടത്തിന് ഓള് തേങ്ങ ഇടുള്ളൂ. അപ്പപ്പം ഇടണമല്ലോ. ഓളിക്ക് ഓരോ ശ്വാസേ. തേങ്ങ കഞ്ഞി നല്ല രസമാണ്. ചണ്ട അങ്ങനെ ഓള് തേങ്ങ കഞ്ഞി ഇത് ഈ ആവശ്യത്തിന് ഉപ്പ്. ശരിക്കും ഈ കഞ്ഞി മട്ടരിയ രസം. തേങ്ങ കഞ്ഞി ഇനി ഉപ്പിടുക ഇതാക്കുക. അപ്പൊ ഇതിന് നമ്മളെ മീന് ഒരു സൈഡ് വെന്ത് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതില് സാമ്പാർ പോയി. അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞ. അങ്ങനെ അവിടെ ഓള് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്റെ പരിപാടി എന്താ വെച്ചാല് അതിനൊരു വീഡിയോ ഇട്ടുനിക്കണം. അതിന് വോയിസ് കൊടുക്കുന്ന ഒരു പ്രൊമോഷന്റെ റേഞ്ചിന്റെ ഒരു വീഡിയോ ആണ്. അതിന് ഓൺ വോയിസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഓൺ വോയിസ് കൊടുക്കാണ്ട് ഇനിയിപ്പോൾ ആ റൂമിൽ പോയി കുറച്ച് ഇടങ്ങേറില്ലേ ഡയലോഗും കാര്യമൊക്കെയാണ്. ഒരു 10-20 സെക്കൻഡിലെ ഡയലോഗൊക്കെ. അപ്പം ഇനി ബുക്കിൽ എഴുതി വെച്ചിട്ട് വേണം നമുക്ക് പറയാൻ. കാരണം ഓരോ കാര്യത്തിന്റെ പേരും കാര്യമാണ്. ഞാൻ ഓൺ വോയിസ് കൊടുക്കാൻ പോട്ടെ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അടുക്കളത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ഞാൻ മറ്റോൻ്റെ ഒരു ബുക്ക് എടുത്ത് വെച്ചേക്കണം. ബുക്ക് എടുത്ത് വെച്ച് ഇനി നമുക്ക് വേണ്ടിയ സാധനം എന്ന് അറിയണമെങ്കിൽ ഡയലോഗ് ഇങ്ങനെ നോക്കി നോക്കി എഴുതണം. അത് മറ്റോന് ആരോളോ കുടുംബക്കാർ ഗൾഫിൽ നിന്ന് ടൂർ പോയിരുന്നപ്പോൾ കൊണ്ടുവന്നാട്ടോ. സാധനം നല്ല രസമുണ്ട്. തിളക്കല്ല പേനയാണ്. ഇതൊന്നും ഒഴിവാക്കിയിട്ടില്ല. എനിച്ച് ഇവിടെ വേറെ പേന ഇട്ടല്ല. സാധനം ഇതേമാതിരി വെക്കട്ടെ. അപ്പം ഇനി ആ വോയിസ് ഇതേമാതിരി എഴുതിയെടുത്തിട്ട് നമുക്കിത് ഇവിടുന്ന് എഴുതി തുടങ്ങാം. ഇവിടെ ഒരാൾ കൊറേ നേരമായിട്ടോ എഴുതി തുടങ്ങിയിട്ട്. പരീക്ഷ എടി ഇത് മറ്റേ അനുവിന്റെ വോയിസ് കൊടുക്കലല്ലേ? അതില് പറഞ്ഞ അതേ വേർഡ്സ് ചും പറയണല്ലേ? നമുക്ക് ചെറിയ മാറ്റം വരുത്തണം. അപ്പൊ ഓള് നല്ല എഴുത്തിലാണ്. എഴുതിയിട്ടില്ലെങ്കിൽ ശരിയാവൂല. കാരണം അവിടുന്ന് ഇത് ഒരു വാക്ക് ശരിയായിട്ടില്ലേ പിന്നെയും റിപ്പീറ്റ് അടിച്ചാൽ പറയണം. കാരണം തോൽക്ക് വിട്ടെടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് സ്വീകരിച്ചുള്ളൂ. പ്രൊമോഷന്റെ പോലെ പ്രൊമോഷൻ വീഡിയോന്റെ വോയിസ് കൊടുക്കണം. ഇനി ഒരു 27 സെക്കൻഡ് ഉണ്ട്. ഇത് 27 സെക്കൻഡ് ഉള്ളൂ. ഇനി ഇത്രയും എഴുതി പറയാനാണ്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് എഴുതി വെച്ചിട്ടുള്ളൂ. ഇതെല്ലാം പറയണല്ലോ. ഇനി ഇതെല്ലാം പറയാന് ഇപ്പുറത്തേക്കും പോകേണ്ടി വരും. കാരണം അമ്മാതിരി ഉണ്ട്. പേജില്ലെങ്കിൽ ഇതാ വേറെ പേജ് ഉണ്ട് പടി. നമ്മള് നീച്ചുണ്ട്. ഇതാണ് പറയുന്നത്. മഹിമ നമ്പ്യാരൊക്കെ ആഷിഖാഷിന്റെ സൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത്. യൂട്യൂബർ താരം ആഷിഖാഷിനെ അറിയിക്കാതെ ഇടക്കരല്ലേ? അപ്പൊ ഓൽക്കൊക്കെ അല്ലേ ഓലൊക്കെ വോയിസ് ചെയ്ത സൗണ്ട് അതിന് നമ്മൾ എടുത്തിട്ട് ചെറിയൊരു എന്തിന്റെയാണ് ഇത് സംഭവം? ഫോണാണ്. അപ്പൊ ഓൽക്ക് 1:30 ഇടേണ്ട വീഡിയോ ആണ്. ഇപ്പൊ ടൈം 12:15 അപ്പൊ സ്പീഡ് ആക്കട്ടെ. വേഗം നോക്കോ. നമ്മൾ ഓനില്ലേ കൺമഷി ഈർക്കിളി പൗഡറും കാര്യമൊക്കെ കൊണ്ടുവന്നാണ്. ആളിവിടെ കറക്കണ്ടെങ്കിൽ കൺമശ്ശേരി കൊടുക്കട്ടെ. ആള് സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. ഞാനൊന്നും ഉറക്കാണ്ടല്ലാതെ കൺമശ്ശേരിയിൽ നടക്കൂല. സാധനമൊക്കെ ഇവിടെ മൂടിയും കാര്യമൊക്കെ തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉറങ്ങണില്ല. അങ്ങനെ നമ്മൾ തലമ ഇങ്ങനെ ഒഴിഞ്ഞ് കണ്ണ് അടിച്ചേക്കുന്നു കേട്ടോ. ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഉറങ്ങിയിട്ട് പോകാൻ ഇടാൻ അല്ലെങ്കിൽ ഒക്കെ കൊളാക്കും. നമ്മള് കൺമശിട്ട് ഇവിടെ ഒരു കുത്തിട്ട് ചെങ്ങായി ഉറങ്ങണമെങ്കിൽ ഇതിൻ്റെ മേലെ പൗഡർ ഒന്നിട്ടെ. അല്ലെങ്കിൽ ഇതൊക്കെ എന്നിട്ട് ഇല്ലാതാക്കും. പരിപാടി വെച്ചാല് എങ്ങോട്ട് പോണ നേരെ ഉള്ളിലായിട്ടാട്ടോ. ലേറ്റ് കുത്താൻ പോവാണ്. എന്താന്ന് വെച്ചാൽ ഓന് തൈറോയിഡ് 30 ഉണ്ട്. അപ്പം കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇനി ഓല് കുത്തിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പോയേച്ചുമ്പോ അപ്പൊ നമുക്ക് ഇനി പൂളമൊക്കെ നീങ്ങാം. ഓല് പോയി. ഇനി ഉമ്മാൻ്റെ ഒപ്പം പൂളിയും കാര്യം ഇവിടെ ലേറ്റ് ഇട്ടിച്ചിങ്ങനെ ഓളുണ്ടായപ്പോ തൊലിച്ചല്ലമ്മ. കുക്കറിൽ വിസിലടിച്ചില്ലേ? ഒരു പാത്രം ഇട്ടാ എന്തിനാ ഇടാനാ? ഏതാണ് നമുക്ക് മേലെന്ന് ഇരുന്ന് പൂള തൊലിച്ചട്ടെ. ചെറുള്ളി ഉണ്ടേ? ചെറുള്ളി കുറച്ചുള്ളൂ. ഞാൻ തൊലിച്ചാൻ വേണ്ടി നോക്കിയപ്പോ എനിക്കൊരു പാത്രത്തേക്ക്
കുറച്ച് ചെറിയുള്ളി എടുക്കാം. ചെറിയുള്ളി ഈ വലുത് നോക്കി എടുക്കാം, അത് തൊലിച്ചാ സുഖക്കാരം. ചെറിയണോ ഒപ്പം വെക്കല്ലേ? അപ്പൊ ഇഞ്ഞത് തൊലിച്ചാണ്ട് പൂള ഇവിടെ അരിഞ്ഞോണ്ട് നിക്കാണ്. എന്താ വേറെ ഇങ്ങനെ നമ്മളിവിടെ പൂള കേകി, ഇവിടെ ചെറിയുള്ളി അരിഞ്ഞ ചിക്കൻ കേകിയില്ല, കേകാണ്ടിട്ടത്. ഇനി നമ്മളിത് കുക്കർക്ക് ഇടുകയാണ്. നമ്മള് ഉപ്പിടൂലേ? നമുക്ക് ഈ കുപ്പിടാം. വെള്ളം വേറെ ഒരു എസിലോ വരാമ ഒന്നോ രണ്ടോ? ഹലോ പൂളന്റെ പേര് സുന്ദരിയാണോ? നിങ്ങളെ വണ്ടിയെ കയറ്റിയേക്കാരാ. നിനക്കത് സുന്ദരി ഇല്ലായിരുന്നു, നമുക്ക് സുന്ദരി ഒന്നും അറിയില്ല. ആ കാക്കറിയാ നിങ്ങളെ മൊത്തമൊക്കെ ഇങ്ങനെ സുന്ദരിയാണ് എന്നാണോ കാക്കാരാ? ഓർക്കിപ്പോ പൂളാല വേണ്ടേ? നമ്മൾ 90 നിൽക്കുകയാണ്, സുന്ദരിയാണ്. അപ്പൊ നമുക്കത് മൂടിയേക്കാം. കൊടുത്തു ആ ടൈമില് ചായ ഉണ്ടാക്കിയിരുന്നു, നല്ല കട്ടൻ ചായ. ഉള്ളിയൊക്കെ കേക്ക്. ഇനി കാന്താരി പപ്പുണ്ടായിരുന്നു. എവിടെ ഇവിടെ അല്ലേ? നമ്മൾ അവിടെ തന്നെ ഉണ്ടോ? ഇത് പറ്റുമല്ലോ. അതിമെല്ലാവരും കഴിഞ്ഞിരിക്കണം. ആ എന്നാ പറിച്ചാ പോവാ. കാന്താരി, ഫ്രഷ് കാന്താരി, പിടി കാന്താരി തജ്ജ്. ആണോ? 4, 5, 8, 10 ഉണ്ടതുമ്മേ ഉണ്ട്. ഇതാക്കണ് കണ്ണാണ്ടിട്ടില്ലെങ്കിൽ പറയും, ഞാൻ വരാം. ഔ പാത്രമായിട്ടൊക്കെ പോയിക്കണം കേട്ടോ, കൈ കൊള്ളൂല വിചാരിച്ചിട്ടാ. എരുവാണോ? എന്നിട്ട് ചമ്മന്തി അങ്ങനെ തന്നെ നിക്കണം അല്ലേ? എന്താ അതിന്റെ മേലെ 3, 4 അതിന്റെ അപ്പുറത്ത് ഉണ്ട്, അപ്പുറത്തും ഉണ്ടോന്ന്. കൊറേ നാളെ പറിച്ചില്ല. എന്ന് ചമ്മന്തി ഉണ്ടാക്കിയതോ? ഇത് പോയി, ഇത് പോയെന്ന് പുളങ്ങിയില്ല. ഇവിടെ ഞാൻ തിന്നാൻ കൂടിയില്ല. എന്നാ മീൻ്റെ അടുക്ക കൂടെ നടൂ കൂടെ ഉണ്ട് കൊറേ. എടുത്ത് വെക്കുമ്പോ കാണൂല അല്ലേ? പോയി മാറ്റത് നല്ലോണ്ടേ, ഇഷ്ടം പോലെ ഉണ്ടേ. ഇതാകണുണ്ടേ നടൂ കൂടെ. അതാ അപ്പൊ ഇനി കാന്താരി പറിച്ചട്ടെ. നമ്മള് പൂള ഇവിടെ വിസിലടിച്ചാൽ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഇത് 2ാമത്തെ വിസിലാട്ടത്. ഒന്ന് പൊന്തിച്ചിട്ട് ഞാവി കളിയാണ്ട് നമുക്കിത് ഓഫാക്കാം. നമ്മള് ഇവിടെ ചെറിയുള്ളി, കാന്താരി, പച്ചമുളക്, ഉപ്പിട്ട് ഇത് മിക്സി വെക്കുകയാണ്. അപ്പൊ ഞാൻ കാന്താരി കുറച്ചുള്ളതുകൊണ്ട് 2 പച്ചമുളക്, ഉണ്ടമുളക് അരിഞ്ഞിട്ടേക്കണം. എരിഞ്ഞ് ചാകാം. നമ്മളിത് മിക്സി കുത്തി കറക്കാം. തുറന്നു നോക്കുകയാണ്. മുട്ടൊക്കെ നിൽക്കാൻ ഓക്കെ മതില്ലേ? ഇതിലേക്ക് വെളിച്ചെണ്ണ വാരി. അതാണ് ഹൈലൈറ്റ്. ഇതേ ചേർന്നില്ലല്ലോ. അറിയില്ല. ഞാൻ തയ്ക്ക് പാറ്റല്ലേ ഒരു പാത്രം. വെളിച്ചെണ്ണ പറയും. വെളിച്ചെണ്ണ എടുത്തോണ്ടല്ല. അപ്പൊ നമ്മക്ക് ഇനി വെളിച്ചെണ്ണ അതിലുണ്ട്. പുതിയ മറ്റേ വലിയ ഉപ്പിന്ന് ഇതേക്ക് ഇങ്ങനെ പാറലാണ്. എന്നാ തുറക്കുന്ന സ്പൂൺ ആണേ. സ്പൂൺ തരൂ. നമ്മള് പ്ലേറ്റൊക്കെ ഇടണം. മക്കളെ ഇതിന്റെ രസം ഇതൊക്കെ തിന്നോലെ. മലപ്പുറക്കാരൊക്കെ തിന്നിട്ടുണ്ട്, മറ്റോല് അറിയൂല. തിന്നോലെ ഏതായാലും ഒന്ന് കമന്റ് ഇടുണ്ടോ? ഏത് ഇതില്ലാതെ ഈ സമ്മതി ഉണ്ടായണ്ടല്ലോ. ചോറ് തിന്നാട്ടോ, അടിപൊളി. ഇത് പുളിയാണോ? വെളിച്ചെണ്ണ നോട്ടെ. ഓരോ ആൾക്കാർ കണ്ടുപിടിച്ചല്ലേ. ഔ ഉപ്പ് എത്തണോ? ടേസ്റ്റ് നോക്കുന്നുണ്ടോ?
ഇല്ല ഇടിയുന്ന ചിലർത്തുണ്ട് കുറവുണ്ട് ചെറുക്കന് ഇല്ലേ പച്ചത് കിലോയിലും ഉണ്ട് ഇല്ലാത്തോലും ഉണ്ട്. ഇത് കണ്ടാ പ്രഷറും ഷുഗറും ഒക്കെ ഇത് കഴിക്കും ഉപ്പിട്ടാണെങ്കിലേ അങ്ങനെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടോ. ഞാൻ പൂള ഊറ്റട്ടപ്പാ പൂളൊന്നും ചൂടാക്കല്ലേ. പൂള ഇവിടെ റെഡി ആക്കണമെന്ന് കുത്തി നോക്ക എന്തൊക്കെയാണെന്നാണ് കണ്ടിട്ട്. അളിയടമ്മ നല്ലോ എന്തിനാ നോക്കട്ടെ കേട്ടോ. അങ്ങനെ മതി ഇതൊക്കെ അറിയില്ല ആ കളക്കളല്ല നല്ല പൂള. നല്ലതാണെങ്കിലേ സാധാട്ടോ കളകളന്നല്ല. നമുക്ക് ഈ പൂളന്റെ പേരൊന്നും അറിയില്ല, കാണുമ്പോൾ വാങ്ങാന്ന് വെച്ചാൽ. അതുവാ എനിക്കിത് എന്താ അറിയോ, ഇതിന്റെ പേരെന്താ അറിയോ എനിക്ക്? സുന്ദരിയാണോ കേട്ടോ, സുന്ദരി. ആ ഇവിടെ ഒന്നും പറ്റൂല. ഊറ്റാ പോവാ. കുടിച്ചണ്ടേ ആഹാ അന്തസ് ആവി വറക്കുമ്പോൾ അല്ലേ. അവിടെ നമ്മളെ പൂട് ചൂടിയാണ്, ചൂട് പൂളിയാണ്. അപ്പൊ കുറച്ചു നേരം ചൂടാട്ട. ചമ്മന്തി പെയിറ്റിങ് ആട്ടോ, ചമ്മന്തി ഒക്കെ റെഡിയാക്കി വെച്ചേക്കണ്. അപ്പൊ കട്ടൻ ചായയും ചമ്മന്തിയും പൂളി. ഇതാർക്കപ്പാക്ക് എടുക്കുക. ഒന്ന് മാറ്റിയേക്കട്ടെ ചൂടാകാം. അമ്മ അപ്പൊ തിന്നോണ്ടിരിക്കണ പൂളി കേട്ടോ. ഇനി അപ്പോത്തിന് ഉമ്മ ഇവിടെ വളമ്പി. ആദ്യമാണോ പൂളാണോ? ആ ലോക്ക് കൊടുന്നേരാ, പഞ്ചസാര പാത്രം ലോക്ക് കൊടുന്നേരാ. ഉമ്മാക്ക് ചായ ഉണ്ടാ? കണ്ടിട്ട് സായില്ല, ചൂട് നോക്കാൻ കണ്ടിട്ട് സായില്ല. ചായയിൽ മധുരിട്ടിട്ട് തിന്നണം. ഓ അടിപൊളിയാ. പഞ്ചാര ഇടാൻ പറയണം എന്തായാലും അതിട്ടാ. യാ മോനെ എരുണ്ട്. നോക്ക് ഇതേ വെച്ചാൽ നമുക്ക് സായി ഉണ്ടാവില്ല. എരുണ്ട്. ദിലീപാന്ന് പോലെ ഉള്ളു കൂടെ കാണിച്ചാൽ പോണ തൊള്ളി കൂടെ നല്ല എരുണ്ടുമ്മ. ചൂട് ചായ എന്നിട്ട് സായി ഇല്ലാതെ അങ്ങ് തിന്നണ. ലാസ്റ്റ് എവിടെയെങ്കിലും പോയി തൊള്ളിയും പൊളിച്ച് കുത്തിരിക്കണ. ഓ നിങ്ങൾക്കും തന്നിക്കണം ഉമ്മ. അപ്പൊ ഞാനും എടുക്കട്ടെ. രസാണ് തിന്നതിന് മുന്നേ ഇപ്പൊ ഇവിടെ തീറ്റ തുടങ്ങിയിരിക്കണേ. എങ്ങനെയുണ്ട്? രസമുണ്ട്. തിന്നോളിന്നാ. ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നേ ഗ്യാപ്പിൽ ഉപ്പാനെ കാട്ടിത്തരാൻ വന്നാണ്. വെച്ചല്ലേ എരിഞ്ഞിട്ട് നമ്മള് 3 പൂള. ഞാൻ 3 പൂള എടുത്തിട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ എടുക്കാം. 3 പൂളുണ്ട്. ഞാൻ ഇതിൻ്റെ ആഡംബരം എന്ന് പറയുന്നത് സൈഡിൽ ചമ്മന്തി ഇടുക. ഓ ഇത് ബാക്കിയൊക്കെ അതല്ലേ. ചമ്മന്തി ഇട്ട് പൂളി. ഈ പൂളൻ്റെ സൈഡിൽ എന്താ കേട്ടോ ഗ്ലാസ്സൊക്കെ ഇനി ഇരുന്ന് തിന്ന.